ഹായ് ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ 2 ദിവസമായി, ഇന്നലെ മിഞ്ഞാന്ന് ദിവസമായി ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, ഒലിവിയ ഡിസൈൻസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത മൈസ്മി കൺമണി എന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് റീൽസിൽ എന്തോ ഇട്ടിട്ടാണ് അവർ പ്രചരണം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറയും, ഇത്രയും പ്രശ്നങ്ങൾ ആ ഷോപ്പിലുണ്ടെങ്കിൽ എത്ര സ്റ്റാഫാണെങ്കിലും വർക്ക് ചെയ്യും? കുറച്ചൊന്നുമല്ല, കണ്ടമാനം സ്റ്റാഫുകളുണ്ട് അവിടെ. കണ്ടമാനം സ്റ്റാഫുണ്ട്. എത്ര സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഓരോരോ റീൽസിലൊക്കെ കാണാം. എത്രയും സ്റ്റാഫുകൾ നമുക്കന്നെ ശരിക്കും എണ്ണാൻ പറ്റില്ല, അത്രയും സ്റ്റാഫുകൾ. ഇത്രയും പ്രശ്നങ്ങൾ ആ ഷോപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എത്ര സ്റ്റാഫുകൾ വർക്ക് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല. ഇത്രയും 1-2 സ്റ്റാഫുകളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ്. ഇത്ര സ്റ്റാഫുകൾ ഞാൻ എണ്ണുമ്പോൾ തന്നെ ഏകദേശം ഒരു 100-ൽ പരം സ്റ്റാഫുകളുണ്ട് തോന്നുന്നു എനിക്ക്. അത്രയും സ്റ്റാഫുകളെ കണ്ട് ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ എങ്ങനെ എത്ര സ്റ്റാഫുകൾ വർക്ക് ചെയ്യാം? പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഒരു ഷോപ്പാകുമ്പോൾ, ഒരു സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ റൂൾസ് ഉണ്ടാവും. അത് നമുക്ക് മാർക്കറ്റിക്ക് പണിക്കുള്ള മാർക്കല്ല, ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ റൂൾസ് ഉണ്ടാവും. അപ്പോൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അല്ലാതെ മാർക്കറ്റ് പണിക്കൊണ്ടല്ല. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഒരു സ്ഥാപനത്തിൽ റൂൾസ് ഉണ്ടാവും. ഇന്ന ഡ്രസ്സ് ധരിക്കണം, ഇന്ന ഇത് ചെയ്യണം, ഇന്ന ഹെയർ സ്റ്റൈൽ ചെയ്യണം. ഹെയർ സ്റ്റൈൽ ചിലപ്പോൾ ലേഡീസാണെങ്കിൽ പുട്ടപ്പ് ചെയ്യേണ്ടി വരും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ന ഷർട്ട് ഇടേണ്ടി വരും, ഷൂ ഇടേണ്ടി വരും, കോട്ട് ഇടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിഫോം ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു റൂൾസ് എന്തായാലും ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും. കാരണം ഇത്രയും വലിയ സ്ഥാപനമാകുമ്പോൾ എത്ര റൂൾസ് ഉണ്ടാവും, കൺഫേം അല്ലേ? അപ്പോൾ ആ റൂൾസിൽ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ മതി. റൂൾസ് നമുക്ക് വരുമ്പോഴേ ഒരു റൂൾസ് വരുന്നുണ്ട്. പിന്നെ പുതുതായിട്ട് സ്റ്റാഫ് ജോയിൻ ചെയ്യുമ്പോൾ അവർക്കറിയില്ല അവരെ ഓക്കെ ആണോന്ന്. അവർക്കും പറയാൻ പറ്റില്ല. നമുക്ക് ഒറ്റയടിക്ക് ഒരു സ്റ്റാഫിനെ കണ്ടാൽ പറ്റില്ല നമുക്കത് ഓക്കെ ആണോന്ന്. അപ്പോൾ നമ്മളെന്താവും, അവർ പറഞ്ഞു 15 ദിവസത്തെ ട്രെയിൻ പീരീഡ് ആണ്. ട്രെയിൻ പീരീഡിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല സാലറി തരുന്നു പറഞ്ഞിട്ടല്ലോ. പിന്നെ ഇപ്പം എന്താ പ്രശ്നം? അവർ ഫസ്റ്റേ പറഞ്ഞു ട്രെയിൻ പീരീഡ് ആണെന്ന്. ഇങ്ങോട്ടും നിങ്ങൾ ഈ ജോലിക്ക് പോയിട്ട് പിന്നെ നിങ്ങളോട് 2 ദിവസം വർക്ക് ചെയ്തിട്ട് പിന്നെ കുറ്റം പറഞ്ഞാൽ എന്താ അർത്ഥമല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇത് ശരിക്കും അവരെ ടാർഗറ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നത് ഇസ്മി കൺമണി എന്നൊരാള് വ്യൂസിന് വേണ്ടിയിട്ട് എന്തോ ചെയ്ത മാറ്റി എനിക്ക് തോന്നിയത്. എനിക്ക് അങ്ങനത്തെ കറക്റ്റായിട്ട് തോന്നിയിട്ടാകുമ്പോൾ. കാരണം ഇവരത് എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. ഇപ്പോഴൊന്നല്ല, ആദ്യം മുതൽ നമ്മളിവിടെ വീഡിയോ കാണാറ്. നമ്മൾ ഈ സെയിം ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ടും പല വീഡിയോകളും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട് ഇവരെ വീഡിയോ. വീഡിയോ ഓർഡർ അങ്ങനെ ചെയ്യാറില്ലെങ്കിലും വീഡിയോ നമ്മൾ കാണാറുണ്ട്. കാരണം എന്തെങ്കിലും മാർക്കറ്റിൽ പുതിയ ട്രെൻഡ് ഇറങ്ങിയെന്നൊന്നും അറിയാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് വീഡിയോ പൊതുവെ കാണാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് പൊതുവെ കാണാറുണ്ട് ഇവരെ വീഡിയോ. എനിക്ക് വലിയ പ്രശ്നം ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ കാരണം ഇത്രയും കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും റിസ്ക് കുറിച്ച സ്ഥാപനത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും ഇത്ര സ്റ്റാഫുകൾ? പിന്നെ നമ്മൾ അത്രയും സ്നേഹിച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫുകൾ തിരിച്ച് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചൂടാവും. അത് ഓട്ടോമാറ്റിക്, അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ബോസ്മാർ നമ്മളോട് അത്രയും സ്നേഹത്തിലും നമ്മൾ കരുതലോടെ കൂടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും സൗന്ദര്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ഈ ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് അറിയാമ്പോൾ. അപ്പോൾ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ ചൂടായി നിൽക്കുമായിരിക്കും. അതൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ അറിയണം. അല്ല ഇത് ആരോ ഒരു ഇസ്മി കൺമണി പറഞ്ഞൊരു ആള് എന്തോ പറഞ്ഞതിന് ശേഷം അതിൻ്റെ പിന്നാലെ കുറച്ച് യൂട്യൂബേഴ്സ് കൂടിയാകുമ്പോൾ ഒരാൾ അന്നം മുട്ടിക്കാനൊക്കെ ഒരു 10 മിനിറ്റ് 10 സെക്കൻഡ് മതിയാകുമ്പോൾ അവർ ഇത്ര വലിയൊരു സ്ഥാപനം കെട്ടിപ്പടുത്തിയെങ്കിൽ, അതും ഒരു ലേഡി നിന്ന് ഇത്രയും വലിയ സ്ഥാപനം കെട്ടിപ്പടുത്തണമെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ അത് അവരുടെ കഞ്ഞിയിൽ പോയിടാൻ വേണ്ടി കുറച്ച് ആൾക്കാരുടെ ഇറങ്ങി യൂട്യൂബേഴ്സ് കണ്ടിട്ട് കുറച്ച് ആൾക്കാരുടെ ഇറങ്ങിയിടുമ്പോൾ. അപ്പോൾ സത്യം എന്താണെന്ന് അറിയണം. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി പ്രതികരണം റിയാക്ഷനൊക്കെ ആകുമ്പോൾ. കാരണം 2 ഭാഗം നമ്മൾ കേൾക്കണം. അല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇസ്മി കൺമണിൻ്റെ വാക്ക് മാത്രം കേട്ടിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ആ സ്ത്രീയുടെ പേര് ആ ചേച്ചി കണ്ട ആവശ്യമില്ല, നമ്മൾ സെയിം ഏജാണ്. നമ്മൾ ചേച്ചി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ചു എന്ന പേരുണ്ട്. ആ അച്ചുവിൻ്റെ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം. ഫസ്റ്റ് നിങ്ങൾ ഇസ്മി കൺമണിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ അച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രണ്ടും ഒന്ന് ഈക്വൽ ചെയ്ത് നോക്കണം എന്താ പ്രശ്നങ്ങളെന്ന്. അല്ലാതെ നമ്മൾ വെറുതെ ഈ സ്ത്രീയുടെ ഇത്ര വലിയൊരു സ്ഥാപനം, ഇത്രയും വലിയൊരു ഇത് അവർ പൊക്കിപ്പെടുത്തി സ്ഥാപനം
ഇന്ന് പൊക്കിപ്പെടുത്തിട്ട് നമുക്ക് കുറ്റം പറയാൻ 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ 5 സെക്കൻഡ് മതി ഒരാളെ കുറ്റം പറയാൻ. പക്ഷെ അവർ വലിയൊരു സ്ഥാപനം പടുത്തുയർത്തി കുറ്റം പറഞ്ഞ് അവരെ പൂട്ടിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? എനിക്ക് മനസ്സിലാവില്ല അതിൽ എന്താ കിട്ടണേന്ന്. എന്ത് കിട്ടാനാ? അവർ അത്രയും ഞാൻ പറയണ്ടേ, ഇത്രയും വലിയൊരു സ്ഥാപനം, അതും കേരളം മൊത്തം ഇങ്ങനെ ഒരു ഒലിവിയ ഡിസൈൻ പറഞ്ഞ് ഒരു പേര് അവർ ഉണ്ടാക്കിയെടുത്ത് അതിന് ഭയങ്കര അത്രയും എഫേർട്ട് ചെയ്യുന്ന വേണം. അല്ലാതെ ഒരു സ്ഥാപനം ഇത്രയും ഉയർത്തി എത്താൻ ഒരിക്കലും പറ്റൂല. കാരണം ഇന്നത്തെ കാലത്ത് ആ 499 റുപ്യക്ക് അത്ര ഹാൻഡ് വർക്ക് കൊടുക്കാൻ കഴിയൂല. എന്നിട്ടും അവർ കൊടുക്കുന്നുണ്ട്, അവർ ലാഭം കുറച്ചിട്ട്. അത് നമുക്കറിയാം. കറക്റ്റ് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമ്പോൾ അവർ എത്ര ലാഭം എടുക്കുന്നു. വല്ല ലാഭം എടുത്തിട്ട് അവർക്ക് അത്ര റേറ്റ് നമുക്ക് വിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമാണ്. നമുക്കറിയാം ഈ ഫീൽഡിൽ നമുക്ക് മെറ്റീരിയലിനെ കുറിച്ചും നമുക്ക് വർക്കിനെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പുകഴ്ത്തി പറയില്ല. കാരണം നമ്മൾ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇതിനിപ്പോൾ എത്ര മെറ്റീരിയലിന് എത്ര വരും, എത്ര ഇത് വരും. ഒരിക്കലും നമ്മൾ ആ ഒരു 499 രൂപക്ക് അത് ഭയങ്കര റിസ്ക് തന്നെയാണ്. എന്നിട്ടും അവർ ആ റിസ്ക് എടുത്ത് അവർ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ആ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത്ര സ്റ്റാഫോട് വർക്ക് ചെയ്യാം? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ആ ഷോപ്പിലുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് ഒരു 10 സ്റ്റാഫുകളെ കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ 10 സ്റ്റാഫുകളെ കിട്ടും. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റാഫിനെ അവർക്ക് കിട്ടൂല. കാരണം ഇപ്പം എത്രയോ സ്റ്റാഫാണ്, 100-ൽ പരമാണ്. ഒരു റീൽസിൽ തന്നെ കാണാം 100-ൽ പരം സ്റ്റാഫുകൾ അവർ കാണിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഇത്ര സ്റ്റാഫ് അവർക്ക് കിട്ടുന്നത്? എനിക്കറിയില്ല. ആ ഇസ്മി കൺമണി എന്നൊരു ആള് അവർ റീച്ചിന് വേണ്ടി ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരണം. അവിടുത്തെ തെളിവില്ല. 4 ഡയലോഗ് അടിച്ച് അവർക്ക് പോയാൽ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് 4 ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങി പോയാൽ മതി, റീൽസും ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും വലിയ സ്ഥാപനം പൊക്കിപ്പെടുത്തി അവരെ എന്തായിരിക്കും അവരുടെ അവസ്ഥ? 4 റുപ്യ 3 റുപ്യ വെച്ചിട്ടല്ല, ലക്ഷങ്ങൾ കോടികൾ മുടക്കിയിട്ടാണ് അവർ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ അറിയില്ലേ എന്താണ് അത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയും സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സൗകര്യം ഉണ്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുള്ളൂ, അല്ല ഒരാളും വർക്ക് ചെയ്യില്ല. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്ത് പോകും. അതാണ് നമ്മൾ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ റിസ്ക് കുടിച്ച് പണ്ടത്തെ കാലത്ത് റിസ്ക് കുടിച്ച് ജോലി ഒന്നും ആരും ചെയ്യില്ലാകുമ്പോൾ ഓക്കെ അല്ലേ റിസൈൻ ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. എന്നിട്ടും ഇത്ര സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നല്ല സുഖം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞ നമുക്ക് ഇത്ര വലിയ റിസ്ക്കും ക്രൂരതയൊന്നുമില്ല. പിന്നെ സ്റ്റാഫുകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂടാവും, അത് സ്വാഭാവികമാണ്. കാരണം അത് അവരുടെ ഇതാണുമ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞേ മതിയാവും. അത് അവരുടെ ഭാഗമാണ്, അതവർ ചെയ്യണം. അതിപ്പോൾ എവിടെയാണെങ്കിലും അതവർ ചെയ്യും അല്ലേ? ഇപ്പം ഒരു മുട്ടായി കടയിലാണെങ്കിൽ പോലും, മുട്ടായി കടയിൽ പോയി നിൽക്കുകയാണെങ്കിൽ പോലും അവർക്ക് മുതലാളിക്ക് പറ്റാത്ത സ്റ്റാഫുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചൂടാവും മുട്ടായി കടയിൽ. അപ്പോൾ ഇത്രയും ഒരു സ്ഥാപനത്തിൽ തെറ്റ് കണ്ട ചൂടാതെ നിൽക്കുമോ? അത് ചെയ്യും. അതിന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പിന്നെന്ത് പറയാനില്ല. ആ കാര്യത്തിൽ എനിക്ക് സമയമില്ല കേട്ടോ. അപ്പം ഞാൻ കാര്യം പറയാം, സമയമില്ല. എന്നിട്ടും ഞാനത് സംസാരിക്കാൻ വേണ്ടി അല്ല, നമുക്ക് ആരെക്കുറിച്ച് നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷെ നമുക്ക് കറക്റ്റ് ഇത് കിട്ടണം. അപ്പോൾ കറക്റ്റ് ശരിയാണെന്ന് അറിയണം. അപ്പോൾ അല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ക്യാമറയും വെച്ച് വന്നിട്ട് 4 വർത്താൻ വേണ്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ലാസ്റ്റായിട്ടും പറയാം, ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ എത്ര സ്റ്റാഫുകൾ എങ്ങനെ വർക്ക് ചെയ്യും എനിക്കറിയില്ല. ഇത്ര സ്റ്റാഫുകൾ എങ്ങനെ വർക്ക് ചെയ്യും? കുറച്ചൊന്നല്ല വർക്ക് ചെയ്യുന്നത്, കണ്ടവനം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്രൂരത ഒക്കെ കേട്ടിട്ട് ഇത്രയും സ്റ്റാഫുകൾ വർക്ക് ചെയ്യുമോ? എനിക്കറിയില്ല, ഞാൻ വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.